ഹമാസ് ഇന്ന് മോചിപ്പിച്ച 3 ബന്ദികളെ കണ്ടാൽ ആർക്കായാലും ഒരു സങ്കടം വരും. കാരണം ഹമാസ് ഇത്ര ക്രൂരന്മാരാണോ എന്ന് നമുക്ക് പോലും ഒന്ന് ചിന്തിക്കേണ്ടി വരും. തീർച്ചയായും ഈ ഹമാസ് തടങ്കിലാക്കിയ ബന്ദികളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പീഡനങ്ങൾ വളരെയധികം അനുഭവിച്ചവരാണ്. 500 ദിവസം മുമ്പ് ഹമാസ് ഈ 3 പേരെയും ബന്ദികളാക്കുമ്പോൾ അവരെ കണ്ടിട്ടുള്ളവരാരും തന്നെ ഇപ്പോഴത്തെ അവരുടെ രൂപം കണ്ടാൽ ഒന്നും മനസ്സിലാക്കുക പോലുമില്ല. എപ്പോഴും ചിരിക്കുന്ന തിളങ്ങുന്ന മുഖത്തോടു കൂടിയ ആരോഗ്യവാന്മാരായിരുന്ന അവർ ഇന്നിപ്പോൾ മൂവരെയും കണ്ടാൽ ചോരയും നീരും പറ്റിയ ഭയങ്കരമായ ഒരു തീവ്രമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അവർ. എലി ഷെറാബി, ഒഹാദ് ബെൻ ആമി, ഓർ ലെവി എന്നിവരെയാണ് ഇന്ന് മോചിപ്പിച്ചിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിനിടെയാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്. ജനുവരി 19 വെടിനിർത്തൽ ആരംഭിച്ചതിന് ശേഷം തടവുകാരെ കൈമാറുന്ന 5ാമത്തെ സംഭവമാണ് ഇന്ന് നടക്കുന്നത്. 18 ബന്ദികളെയും 550-ലധികം പാലസ്തീൻ തടവുകാരെയും ഇതിനകം തന്നെ മോചിപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച പരിക്കേറ്റ ഫലസ്തീനികളെ മെയ് മാസത്തിനു ശേഷം ആദ്യമായി ഗസയിൽ നിന്നും ഈജിപ്തിലേക്ക് പോകാൻ അനുവദിക്കുകയും ചെയ്തു. മോചിപ്പിക്കും മുമ്പ് ബന്ദികളെ ഹമാസ് ജനക്കൂട്ടത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചു. 100 കണക്കിന് വരുന്ന ആളുകളുടെ മുന്നിൽ ബന്ദികളെ എത്തിച്ച് മുഖമൂടിധാരികളായ ഹമാസ് സൈനികർ ഇവരോട് എന്തെങ്കിലും പറയാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷമാണ് 3 പേരെയും അന്താരാഷ്ട്ര റെഡ് ക്രോസിന് കൈമാറുകയും ചെയ്തത്. 3 പേരെയും സ്വീകരിച്ചതായി പിന്നീട് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. കാഴ്ചയിൽ ആകെ ക്ഷീണിതരായ മൂവരും അവരുടെ പഴയകാല രൂപം വെച്ച് നോക്കുമ്പോൾ പ്രേതങ്ങളെപ്പോലെ തോന്നിപ്പോകും. കുഴിഞ്ഞ കണ്ണുകൾ, ചുറ്റും കറുത്ത പാടുകൾ. 16 മാസം തടങ്കലിൽ അനുഭവിച്ച ദുരിതങ്ങളെല്ലാം ആ മുഖങ്ങളിൽ വ്യക്തമാണ്. തല മൊട്ടയടിച്ച് കട്ടിത്താടിയോടെയാണ് എലി ഷെറാബിയെ കണ്ടത്. ആകെ മെലിഞ്ഞുപോയി അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷുകാരിയായ ഭാര്യ ലിയാനും കൗമാരക്കാരായ പെൺമക്കളും നോയയും യഹേലും ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. മൂവരുടെയും കരുളൊലിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട ബന്ധുക്കൾ മറ്റു ബന്ദികളെ എത്രയും വേഗം മോചിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കുബൂസ് ബേരിയിലെ ഒരു കമ്മ്യൂണിറ്റി ഫാമിൽ നിന്നാണ് ഷെറാബിയെ ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൽ ഹമാസ് ബന്ദിയാക്കിയത്. ഒരു മുറിയിൽ ഭാര്യയെയും മക്കളെയും ഒളിപ്പിച്ചെങ്കിലും ഹമാസ് സായുധ സംഘം അവരെ തിരഞ്ഞുപിടിച്ച് വകവരുത്തുകയായിരുന്നു. തൊട്ടടുത്ത് താമസിച്ചിരുന്ന സഹോദരനെ ബന്ദിയാക്കിയ ഹമാസ് കൊലപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ മക്കളും ഭാര്യയും ജീവിച്ചിരിപ്പില്ല എന്ന വിവരം ഷെറാബിക്ക് അറിയാമോ എന്ന് തങ്ങൾക്കറിയില്ല എന്നാണ് കുടുംബം അന്ന് പറഞ്ഞിരുന്നത്. ഭാര്യ, പിതാവും മാതാവുമാണ് ഷെറാബിയെ സ്വീകരിക്കാൻ എത്തിയത്. ഷെറാബിയുടെ ഭീകരാവസ്ഥ കണ്ട് ആകെ സങ്കടപ്പെട്ടുപോയ അമ്മയുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. തനിക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ച് അറിയുമ്പോൾ ഷെറാബി എങ്ങനെ പ്രതികരിക്കുമെന്നും കുടുംബത്തിന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഒഹാദ് ബെൻ ആമിയെയും ഷെറാബിയെയും ഖുദ്ബസ് ബേരിയിലെ കമ്മ്യൂണിറ്റി ഫാമിൽ നിന്നും ഓർ ലിവിയ നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ നിന്നുമാണ് പിടിച്ചുകൊണ്ടുപോയത്. മറ്റ് ബന്ദികളെ പോലെ ടെലവീവിലെ മെഡിക്കൽ സെന്ററിൽ ഷെറാബിയും ചികിത്സ തേടിയിരുന്നു. അവിടെ സൈക്കാട്രിസ്റ്റും ഡയറ്റീഷ്യന്മാരും സാമൂഹിക പ്രവർത്തകരുമടക്കം വലിയൊരു വൈദ്യസംഘം ശാരീരികവും മാനസികവുമായ വീണ്ടെടുക്കലിന് തിരിച്ചെത്തിയവരെ സഹായിക്കുകയും ചെയ്യും. ബന്ദികളെ വിട്ടയക്കുന്നതിന് പകരമായി 183 പാലസ്തീൻ തടവുകാരിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന 18 പേരെയും ദീർഘകാല തടവ് അനുഭവിക്കുന്ന 54 പേരെയും 111 ഫലസ്തീനികളെയുമാണ് ഇസ്രായേൽ മോചിപ്പിക്കുന്നത്. എല്ലാവരും 20 മുതൽ 61 വയസ്സ് വരെയുള്ള പുരുഷന്മാരാണ്.